ഷാബി ഇന്ന് ജുനു വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അവന് വന്നു കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെയാണ് വേണ്ടത്. അവിടെ ബാംഗ്ലൂർ അങ്ങനെ നമ്മൾ സാധാരണ ഉപ്പേരി ചോറ് ഇതൊന്നും അല്ലല്ലോ. ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് വേഗം കഴിച്ച് ജോലിക്ക് പോകുക എന്നുള്ളതല്ലേ. പഠിക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഷാബിയാണ് പയറൊക്കെ മുറിച്ച് കയ്പയ്ക്ക പൊരിച്ച് മീൻ പൊരിച്ചു. അതൊക്കെ കുറേ ജോലികൾ അവന് സഹായിച്ചു കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള സ്ട്രെസ്സും അനുഭവപ്പെടാറുണ്ട്. ഞാനടക്കമുള്ള ഓൾമോസ്റ്റ് ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിന് ഭയങ്കര ഒരു നമ്മുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം അത്. അതിനെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ തന്നെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നതാവും വരാൻ പോണത്, അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാവും ഉണ്ടാവാൻ പോണത്. ഇപ്പോൾ ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ കാര്യമൊക്കെയാണ് ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ വരും എന്നുള്ള ആ ഒരു നെഗറ്റീവായ തോട്ട്സുകളുണ്ടല്ലോ, അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് വെറുതെ നമ്മൾ അകക്കണ്ണിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഷൂസ് ലേസൊക്കെ കെട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവൻ തന്നെ ഒന്ന് ഷൂസൊക്കെ കെട്ടി പോകുന്നത് കാണണം. ആ കാഴ്ച എപ്പോഴും മനസ്സിലിങ്ങനെ കാണുമ്പോൾ നമുക്കറിയാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മളങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ, അതായത് നമ്മുടെ മറ്റു പ്രയാസങ്ങളെ ഉള്ളിൽ വയ്ക്കാതെ ഈ വരാൻ പോകുന്ന ഒരു സന്തോഷത്തിനെ നമ്മുടെ അകക്കണ്ണിൽ കാണുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിന് ഭയങ്കര ഒരു റിലാക്സ് കിട്ടും. അതായത് പ്രതീക്ഷയോടുകൂടി കാണുക, ഒരു പ്രവൃത്തിയിൽ പ്രതീക്ഷയോടുകൂടി കാണുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ കുറയുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. അപ്പോൾ ഞാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ അത് വിജയം കാണും, ചിലപ്പോൾ ഞാനും അറിയാതെ തന്നെ മനസ്സന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാൽ ഒക്കെ അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരേപോലെയുള്ള അവസ്ഥയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യവുമാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് സന്തോഷം തരുന്നത്, ഞാൻ ഇവനെ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കും ആ കാര്യം അവൻ നേടിയെടുത്തതായിട്ട്. എന്നിട്ട് വെറുതെ ഇങ്ങനെ മനസ്സിൽ കണ്ണും പൂട്ടി ഇങ്ങനെ ആലോചിക്കും. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരും. ഇതന്നെ ഞാൻ കാണും. അതായത് അവൻ തന്നെ ചെയ്യുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ ഞാനത് കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ മറ്റ് വിഷമങ്ങളെ ഈ ഒരു ഇമാജിനിലൂടെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഇമാജിൻ എപ്പോഴെങ്കിലുമൊക്കെ നടന്നോളും ചെയ്യും. അതായത് മനസ്സെന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതീക്ഷ കൊടുക്കുമ്പോൾ തന്നെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവും. പ്രതീക്ഷയില്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. നമ്മൾ എപ്പോഴും ലൈഫിൽ ഒരു പ്രതീക്ഷ വെക്കണം. വരുന്നുണ്ട്, എനിക്കിതാ വരുന്നു, അവൻ ഇതാ ചെയ്യാൻ പോകുന്നു, നല്ല കാര്യങ്ങൾ തന്നെ മനസ്സിനെപ്പോഴും കാത്തിരിക്കുന്നത് പോലെ. അല്ലെങ്കിൽ എനിക്കിതാ വരുന്നുണ്ട്, ഇവനിത് പഠിക്കും. അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളുടെ കാര്യം തന്നെയാണെങ്കിലും അവരുടെ ഒരു ഉയർച്ച, ഒരു ഉപബോധം മനസ്സിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയവും എടുത്തിട്ടത് കേട്ടോ. ഷാബി ഇങ്ങനെ ചേനയും വാഴയ്ക്കയൊക്കെ പയർ ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ കയ്പയ്ക്ക പൊരിക്കാനൊക്കെ ഇട്ടു. സത്യത്തിൽ മനഃപൂർവ്വമായിട്ട് തന്നെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മുടെ വികാരങ്ങൾ ആണ് ചിന്തകളും പോസിറ്റീവും നെഗറ്റീവും ആക്കുന്നത്. ചിന്തകൾ എപ്പോഴും സംഭവങ്ങളാണ്, അതിനോടനുബന്ധിച്ച മനോഭാവങ്ങളായിരിക്കും. മനഃപൂർവ്വം പഴയത് മറക്കാൻ കഴിയില്ല, പക്ഷേ അത് പറയാതിരിക്കുക, അതിലൂടെ നല്ലതൊന്നും ഉണ്ടാവാന്നില്ല. എന്നാൽ പിന്നെ എന്തിനാ അത് പറയുന്നത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? മറ്റൊരാളുടെ പ്രവൃത്തി ആവരുത് നമ്മുടെ സന്തോഷത്തെ ആശ്രയിക്കുന്നത്. എൻ്റെ പ്രവൃത്തിയാവണം ഞാൻ സന്തോഷിക്കാനുള്ള കാരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റുക. അതായത് ഒരാൾ എന്നോട് ദേഷ്യം പിടിച്ചു, മറ്റേയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് എങ്ങനെ പെരുമാറി എന്നത് എൻ്റെ സന്തോഷത്തിനെ കെടുത്തുന്നതാവരുത്. അവരെങ്ങനെ വേണമെങ്കിലും പെരുമാറട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും എന്തോ ചെയ്തോട്ടെ. ഞാൻ എപ്പോഴും ആലോചിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും എൻ്റെ പ്രവൃത്തിയിലെ ഗുണങ്ങളെ ആലോചിച്ചിട്ടായിരിക്കണം.
ജുനുവിന് പച്ചക്കറിയൊക്കെയാണ് വേണ്ടത്. അപ്പം ഞാൻ എന്നാൽ അതൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷമായി നിൽക്കാൻ പറ്റുക. മറ്റൊരാളുടെ പ്രവൃത്തി നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി വയ്ക്കുക. ഞാൻ എന്നെ എന്ത് പറഞ്ഞാലും ചെയ്താലൊന്നും എനിക്ക് വേദനിക്കില്ല. എൻ്റെ ചിന്തയിൽ എപ്പോഴും എന്തായിരിക്കണം, എൻ്റെ പ്രവൃത്തിയിലുള്ള ഗുണമോ പോരായ്മയോ അത് മാറ്റുന്നതോ അങ്ങനെയൊക്കെ ആവുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ലൈഫിനെ ഒരു ഹാപ്പി ആയിട്ട് ആ ജേണിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കത് വിഷമമാവുന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആ അവസ്ഥയിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ.